തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് UDF ഇപ്പോൾ BJPയുടെ പാത തന്നെയാണ് പിന്തുടരുന്നത്. മതം പ്രചരിപ്പിച്ചുകൊണ്ടും മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും തിരഞ്ഞെടുപ്പിന് വോട്ട് പിടിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ UDFനും ഉള്ളത്. ഇപ്പോഴിതാ തൃപ്പൂണിത്തറ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ കെ ബാബുവിന് തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കെ ബാബു വോട്ട് തേടിയത് എന്ന് ആരോപിച്ചുകൊണ്ട് എം സ്വരാജ് കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. എം സ്വരാജ് ഹൈക്കോടതി നൽകിയ തിരഞ്ഞെടുപ്പ് ഹർജി നിലനിൽക്കുമെന്ന് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. സ്വരാജ് നൽകിയ ഹർജി നിലനിൽക്കുമെന്ന കേരള ഹൈക്കോടതി ഉത്തരവിനെതിരെ കെ ബാബു നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. 2021 തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് എം സ്വരാജ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. UDF സ്ഥാനാർത്ഥിയായ കെ ബാബു ആയിരുന്നു വിജയിച്ചത്. മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് പിടിച്ചു എന്നതാണ് ഹർജിയിൽ സ്വരാജ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. അയ്യപ്പനെ പ്രചരണ ആയുധമാക്കിയെന്ന് ഹർജിയിൽ പറയുന്നുണ്ട്. അതായത് അയ്യപ്പന് ഒരു വോട്ട് എന്ന രീതിയിലായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിരുന്നത്. മാത്രമല്ല വോട്ടേഴ്സ് സ്ലിപ്പിൽ വരെ അയ്യപ്പന്റെയും അതുപോലെ തന്നെ കൈപ്പത്തി ചിഹ്നവും ഒരുമിച്ച് നൽകിയിരുന്നു. ഇത്തരത്തിൽ മതവും അയ്യപ്പനെയും ഒക്കെ ഒരു തിരഞ്ഞെടുപ്പ് ആയുധമാക്കിക്കൊണ്ടായിരുന്നു കെ ബാബു വോട്ട് തേടിയിരുന്നത്. തനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ദൈവകോപം ഉണ്ടാകുമെന്ന് പറഞ്ഞായിരുന്നു കെ ബാബു വോട്ടർമാരെ ഭയപ്പെടുത്തി വോട്ട് തേടിയെന്നാണ് എം സ്വരാജ് ആരോപിച്ചിരുന്നത്. ഇത് സ്വരാജിന്റെ ഹർജിയിൽ പറയുന്നുമുണ്ട്. വോട്ട് അഭ്യർത്ഥിച്ചുള്ള സ്ലിപ്പിൽ ബാബുവിനൊപ്പം അയ്യപ്പന്റെ ചിത്രവും ഉപയോഗിച്ചെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. ഇത് നിലനിൽക്കില്ലെന്ന കെ ബാബുവിന്റെ വാദമാണ് ഹൈക്കോടതി മുൻപ് തള്ളിയത്. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തനായ കെ ബാബുവിനെ അട്ടിമറിച്ചായിരുന്നു എം സ്വരാജ് തൃപ്പൂണിത്തറയിൽ വിജയം നേടിയത്. ബാർക്കോഴ അടക്കമുള്ള വലിയ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന വേളയിലായിരുന്നു ബാബുവിന്റെ പരാജയം. പിന്നീട് 2021 ഇരുവരും തമ്മിൽ ശക്തമായ മത്സരം മണ്ഡലത്തിൽ കാഴ്ചവെച്ചിരുന്നു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ 992 വോട്ടുകൾക്കാണ് സ്വരാജിനെ കെ ബാബു പരാജയപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ മതം ഉപയോഗിച്ച് പ്രചാരണം നടത്തിയത് ജനാധിപത്യ നിയമത്തിന്റെ ലംഘനമാണെന്ന് വാദിച്ചുകൊണ്ട് എം സ്വരാജ് പ്രചരണ സാമഗ്രികളുടെ ചിത്രങ്ങളടക്കം തെളിവുകളായി ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയം ഉയർത്തി അയ്യപ്പനെ മുൻനിർത്തിയാണ് കെ ബാബു പ്രചാരണം നയിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ സ്വരാജ് ഹൈക്കോടതിയിലെത്തിയത്. മതത്തെ ഉപയോഗിച്ച് പ്രചാരണം നടത്തിയത് ജനാധിപത്യ നിയമത്തിന്റെ ലംഘനമാണ് എന്നായിരുന്നു വാദം. ഇതോടൊപ്പം പ്രചാരണ സാമഗ്രികളുടെ ചിത്രങ്ങളും തെളിവായി കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി. കേസ് നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി കെ ബാബുവും കോടതിയിലെത്തിയിരുന്നു. ഹർജി പരിഗണിച്ച കോടതി ബാബുവിന്റെ തടസ്സവാദമെല്ലാം തള്ളി സ്വരാജ് നൽകിയ കേസ് നിലനിൽക്കുന്നതെന്നും വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ചിലായിരുന്നു LDF സ്ഥാനാർത്ഥിയായിരുന്ന എം സ്വരാജ് ഇത്തരത്തിലൊരു പരാതി നൽകുകയുണ്ടായത്. ശേഷം മാസങ്ങൾ നീണ്ട വാദങ്ങൾക്കൊടുവിലാണ് കെ ബാബുവിന്റെ ഹർജി കോടതി തള്ളിയിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ മത്സരം നടന്ന ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തറ മണ്ഡലം എന്ന് പറയുന്നത്. ഈ ഒരു മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വളരെയധികം സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് തൃപ്പൂണിത്തറ മണ്ഡലം എന്ന് പറയുന്നത്. ഇവിടെ ഹിന്ദു വോട്ടുകൾക്കുള്ള പ്രാധാന്യം വളരെ കൂടുതലാണ്. ഹിന്ദു വോട്ടുകൾ ഏറെ ലഭിക്കാൻ സാധ്യതയുള്ള, അതായത് BJPക്ക് വലിയൊരു സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തറ മണ്ഡലം എന്ന് പറയുന്നത്. എന്നിരുന്നാൽ പോലും UDFന്റെ സ്ഥാനാർത്ഥിയായി കെ ബാബു വരികയും മത്സരിക്കുകയും ജയിക്കുകയും ഉണ്ടായി. അയ്യപ്പനെയും ശബരിമല വിഷയവുമൊക്കെ മുൻനിർത്തി ഹിന്ദു വോട്ടുകൾ കൂടി, അതായത് BJPക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കൂടി അദ്ദേഹം കൈക്കലാക്കുകയായിരുന്നു. കെ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഹർജി തള്ളിയിരിക്കുന്നത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. BJPയെ തോൽപ്പിക്കുന്നതിനായി, അതായത് BJP ഇപ്പോൾ വലിയൊരു പ്രതിപക്ഷം എന്ന നിലയിലേക്ക് ഉയർന്നു വരാൻ സാധ്യതകൾ ഏറെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആയിരിക്കണം അദ്ദേഹം ഇത്തരത്തിൽ മതം തന്നെ ഒരു വിഷയമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ മതം തന്നെ ഒരു പ്രചാരണ ആയുധമാക്കിക്കൊണ്ട് ശബരിമല വിഷയമൊക്കെ മുൻനിർത്തി മുന്നോട്ട് പോയത്. ഇപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഈ ഹർജി തള്ളിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കെ ബാബു അയോഗ്യനാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.